ഹായ് ഹലോ, ഞാനിപ്പോൾ കുളിച്ചു കഴിഞ്ഞിട്ട് മുടിയൊക്കെ നല്ല വെറ്റ് ഹെയറാണ്. ചടയൊന്നുമില്ല കേട്ടോ, കാരണം കുളിച്ച സമയത്ത് തന്നെ ഞാൻ ജസ്റ്റ് ഡീടാങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ ഇപ്പം ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പം ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ കുളിച്ചിട്ട് മുടി നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കൂടി ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ചീപ്പ് ആണ്. ഇതിൽ കേൾ ക്രീംസോ അല്ലെങ്കിൽ ജസ്റ്റ് ഷാംപൂ ചെയ്തു, കണ്ടീഷണർ ഇട്ടു, നമ്മൾ താഴെ ഇരിയിട്ട് വേണം മേളിലേക്ക് ഇരാൻ. ഡീടാങ്കിൾ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, കാരണം അല്ലെങ്കിൽ ഹെയറിൽ നമ്മളുടെ കേൾ പാറ്റേൺസ് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഇതാണ് ഇപ്പോൾ കിടക്കുന്ന ഹെയർ. ഇനി ഇതിങ്ങനെ ചടയൊന്നും ഉണ്ടാവില്ല. ഓൾറെഡി കുളിച്ച് ഇറങ്ങുന്ന ടൈമിൽ ചടയൊക്കെ കളഞ്ഞിട്ടുണ്ട്. പക്ഷേ കണ്ടീഷണർ 2 ടൈപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. കുളിച്ച് കഴിഞ്ഞിട്ട് ഷാംപൂ ചെയ്യുക, കണ്ടീഷണർ അപ്ലൈ ചെയ്യുക, വാഷ് ഓഫ് ചെയ്യുക. പിന്നെ വരുന്നത് നമുക്ക് നമ്മുടെ ഹെയർ സ്പ്രേ ബോട്ടിലില്ലേ, സ്പ്രേ ബോട്ടിൽ ഇപ്പം ഇന്നിപ്പം ഞാൻ തല കുളിച്ചു, ഇനി വെനസ്ഡേ ഞാൻ തല കുളിക്കുള്ളൂ. അതുവരെ ഞാൻ ഇങ്ങനെ തല എപ്പോഴെപ്പോഴും കുളിക്കേണ്ട ആവശ്യമില്ല തല. പിന്നെ ഒരുപാട് ഡസ്റ്റൊക്കെ അടിച്ച് പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി തല നല്ലോണം കുളിക്കുക. ഇതിൽ ഇപ്പോൾ 2 ബോട്ടിൽസ് ഉണ്ട്. ഒരെണ്ണം വന്നിട്ട് കണ്ടീഷണർ വിത്ത് വാട്ടർ, ഞാൻ ജസ്റ്റ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് കേൾ ക്രീമാണ്. ഇതെപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കേൾ ക്രീം വിത്ത് വാട്ടർ, വെള്ളത്തിൽ കുറച്ച് കേൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്യുക. എന്തെങ്കിലും ഇപ്പം ഷൂട്ട് ഡേയ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കേൾ ക്രീംസും ഈ പ്രൊഡക്ട്സ് ഒക്കെ എപ്പോഴും അധികം യൂസ് ചെയ്യുന്നത്, ഒരു സാധനവും അധികം യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോർമലി ചെയ്യാറ് വീക്ക്ലി ട്വൈസ് തല വാഷ് ചെയ്യും. നല്ലോണം ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുക. ഒരു ½ an hour സ്കാൽപ്പിൽ ആ ഓയിൽ വെക്കുക, എന്നിട്ട് കുളിക്കുക. ഇങ്ങനെയാണ് നോർമലി ചെയ്യാറുള്ളത്. ഇതിപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തേക്കുന്നതാണ്. 2 ബോട്ടിൽസ് ഉണ്ട്. സ്പ്രേ ബോട്ടിൽസ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. എന്നിട്ട് ഇതിപ്പോൾ കണ്ടീഷണർ അപ്ലൈഡ് ആണ്. അപ്പം ഇത് ജസ്റ്റ് ഇപ്പം ഈ ഹെയറിൽ അത്യാവശ്യം ഓയിലൊക്കെ ഉണ്ട്, എണ്ണ അധികം ഞാൻ കളഞ്ഞിട്ടില്ല. എന്നിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്യുക നല്ലോണം. ഈ സ്പ്രേ ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക, എമൾസിഫൈ ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കാരണം ഈ പ്രൊഡക്റ്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലോണം സ്ക്രഞ്ച് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആകെ ഇതിൽ ചെയ്യാനുള്ള ഇതാണ്. പിന്നെ ഫിംഗർ കോയിൽ, അത്യാവശ്യം ഹെയർ ഇങ്ങനെ കൂട്ടം കൂടി കിടക്കുന്നുണ്ടാകും. ഇനി ഈ എടുത്തേക്കുന്ന ഹെയറിനെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നല്ലോണം സ്ക്രഞ്ച് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഹെയറിനെ നമുക്ക് ഫിംഗർ കോയിൽ ചെയ്തിടാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ ഹെയർ കോയിൽ ചെയ്യാം. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് എനിക്ക് സമയമുണ്ട്. ജസ്റ്റ് ഫിംഗർ കോയിൽ ചെയ്യുക, അപ്ലൈ ചെയ്യുക, തിരിച്ചിടുക. ഇതാണ്